കഴിഞ്ഞ ദിവസം ശശികല പറഞ്ഞൊരു കാര്യം, ഇത്രയും നാൾ പറഞ്ഞതിൽ ഞാനിതിനു മുമ്പ് അംഗീകരിച്ചിട്ടുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. ശശികലയോട് ആരോ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ വിളിച്ചതിനെ വിമർശിക്കാൻ പറഞ്ഞു. അത് ബോധപൂർവം ഞാൻ വിമർശിക്കുമ്പോൾ ആളുകൾ സിനിമ കാണാൻ കയറി അത് വിജയിപ്പിക്കാനാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് വിമർശിച്ചില്ല എന്ന് വളരെ ബുദ്ധിപരമായൊരു പ്രയോഗം നടത്തിയ ഒരു കാര്യം ശശികല ഒരിക്കൽ പറഞ്ഞിരുന്നു. രണ്ടാമതൊരിക്കൽ ഈ ട്രെയിനിൽ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് കാലവുമൊക്കെയായി ബന്ധപ്പെട്ട് വിശ്വാസികളായ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതിൻ്റെ, അവർക്ക് സഹായത്തിന് പോവുകയും നോമ്പായിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു വിശേഷം പറഞ്ഞിരുന്നു. മൂന്നാമതായി എനിക്ക് കേട്ടപ്പോൾ താല്പര്യം തോന്നിയ ഒരു സെൻറ്റൻസ് ആയിരുന്നു, ഈ അമ്പലങ്ങളിലെ ബാങ്ക് വിളി ഇനി മുതൽ അടുത്ത വർഷം മുതൽ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു പ്രസ്താവന. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ആ ബാങ്ക് വിളി ഒന്ന് കേട്ടിട്ട് അതിലേക്ക് പോകാം. ഇതാണ് ബാങ്ക് വിളി എന്ന പേരിൽ അവതരിപ്പിച്ച ഒരു 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 പാരഡി, അതിൻ്റെ ഒരു വേറൊരു ദൃശ്യാവിഷ്കാരം. അല്ലാതെ അത് ഇസ്ലാം മതത്തിലെ ബാങ്കോ അതിൻ്റെ ലക്ഷ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ആ സൂക്ഷ്മതയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതിപ്പോൾ അമ്പലത്തിൽ വിളിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്ന ആ പ്രവൃത്തി അവസാനിപ്പിക്കുക തന്നെ വേണം. അതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ശശികലയ്ക്ക് എന്താ പറയുന്നത്, തൗഹീദ് ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഈ നെയ്യത്ത് ശരിയല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാരണം കൊണ്ടല്ല ഇതവിടെ വിളിക്കേണ്ട അല്ലെങ്കിൽ വിളിക്കുന്നതിനെ എതിർക്കുന്നത് ശശികല, മറിച്ച് എതിർക്കുന്നത് ഒരു വിദ്വേഷത്തിനാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ വേറൊരിടത്ത് ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്നേഹം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച, എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്ടം പരസ്പരം ഉണ്ടാകുന്നതിനെയാണ് ശശികല എതിർക്കുന്നത്. അല്ലാതെ ആ വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും മൂല്യങ്ങളോ പവിത്രതയോ ഒന്നും വെച്ചല്ല. അങ്ങനെ എതിർക്കുന്ന ശീലമുള്ള ഒരാളുമല്ലല്ലോ ശശികല. അതുകൊണ്ടാണ് ശശികല അങ്ങനെയല്ല എതിർക്കുന്നതെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുതാപരമായ സംഗതി എന്താ? വസ്തുതാപരമായ സംഗതി ഇസ്ലാം മതത്തിൽ ഈ ബാങ്ക് കൊടുക്കുക അല്ലെങ്കിൽ അത് വിളിക്കുക എന്ന് പറയുന്നത് ആളുകളെ പള്ളിയിലേക്ക് നമസ്കാരത്തിനായി ക്ഷണിക്കുന്നതിനാണ്. അതുകൊണ്ട് ഈ പള്ളിയിലെ കൃത്യമായി തീരുമാനിക്കപ്പെട്ട സമയങ്ങളിൽ കാലത്തിനും കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസൃതമായി ചെറിയ വ്യതിയാനങ്ങൾ വരുന്ന 5 നേരത്തെ പ്രാർത്ഥനകൾക്ക് മുന്നോടിയായി പള്ളികളിൽ നൽകുന്ന അറിയിപ്പാണ് ഈ ബാങ്ക് വിളി എന്ന് പറയുന്നത്. അത് എന്താ പറയുന്നത്, ഭക്തിയോടെ അംഗശുദ്ധിയൊക്കെ വരുത്തി അതിന് മുന്നിൽ നിന്ന് അതിൻ്റെ സമയം അറിയിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ് ആ സംഗതി. ഈ ഹിന്ദുമതം പോലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആചാരങ്ങളുടെ കാര്യത്തിൽ, അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ അത്രമാത്രം ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇസ്ലാം നൽകുന്നില്ല. എന്ന് വെച്ചാൽ ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളിൽ ഈ പലതരത്തിലുള്ള ഉൾക്കൊള്ളലുകളുണ്ട്. അത് അവരുടെ ശൈലിയുമായി ബന്ധപ്പെട്ട്, ആ മതത്തിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലുള്ള അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതിലേക്ക് പിന്നെ പലതും കൂട്ടിച്ചേർക്കപ്പെടും, ചിലത് ഒഴിവാക്കപ്പെടും, ചില കാലത്തിൻ്റെ അനുസരിച്ചുള്ള ചില സംഗതികൾ അതിലേക്ക് ചേർക്കപ്പെടും. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് പൊങ്കാലകളില്ലാതിരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പോൾ പൊങ്കാലകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലതുമൊക്കെ ചേർക്കപ്പെടും. എന്നാൽ ഇസ്ലാം മതത്തിൻ്റെ പള്ളികളിൽ എന്ന് പറഞ്ഞാൽ അവിടെ നടന്നു പോകുന്ന ഒരു പരിപാടികൾക്കപ്പുറം വേറെ എന്തെങ്കിലും, ഇപ്പോൾ 5 നേരത്തെ നമസ്കാരത്തിന് പകരം അതൊരാൾക്ക് 6 ആക്കാനോ 7 ആക്കാനോ 8 ആക്കാനോ ഒന്നും പറ്റില്ല. അതതിൻ്റെ വളരെ കൃത്യമായ, ചിലപ്പോഴൊക്കെ അത് വളരെ റിജിഡാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ്, 2 പോയിൻ്റാണ് ഇതിലുള്ളത്. ഒന്ന്, ഇത് യഥാർത്ഥത്തിലുള്ള ഇപ്പോൾ അശ്വതു അല്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിമിതി വെച്ച് അദ്ദേഹം വിളിക്കുന്നതാണ്, ആ രൂപത്തിൽ വിളിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിന് പാരഡി പറഞ്ഞപ്പോൾ ബാങ്ക് വിളിക്കുന്ന ഒരു പാരഡി ഇറങ്ങിയാൽ കൊള്ളാമായിരുന്നു എന്നൊരാൾ പറഞ്ഞു. ഇത് ബാങ്ക് വിളിക്കുന്ന നല്ല സുന്ദരമായ ഒരു പാരഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇതുമായി ബന്ധമില്ല. രണ്ടാമതിനകത്തൊരു അപകടം എന്താണെന്നറിയോ? ചിലർ പറയും, കണ്ടില്ലേ അമ്പലങ്ങളിൽ
വരെ ബാങ്ക് വിളിക്കുന്നു, ഏതെങ്കിലും പള്ളിയിലൊരു പൂജ നടത്താൻ അനുവദിക്കുമോ? ഉത്തരം കൃത്യമാണ്, ഇല്ല, പറ്റില്ല. അത് വേറൊരു ജാതിക്കാർക്ക് മാത്രമല്ല, ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും പറ്റില്ല. മുസ്ലിമാണ് ഒരാളെന്നുള്ള നിലയിൽ അതിനകത്ത് വേറെന്തെങ്കിലും ഒരു പുതിയ ആചാരം പള്ളിക്കകത്തേക്ക് കൊണ്ടുവന്ന് അതൊരു കർമ്മമാക്കി മാറ്റാനൊന്നും പറ്റില്ല. ചിലരൊക്കെ പുറത്തൊക്കെ ഇട്ടും അതുപോലെ തന്നെ ഖബറിൻ്റെ അടുത്തൊക്കെ ഇട്ടും പിന്നെ അതുപോലെയുള്ള ചില വെറൈറ്റി പരിപാടികൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതൊന്നും ഇസ്ലാം പ്രവാചകനിലൂടെ കൽപ്പിക്കപ്പെട്ട ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തിയ കർമ്മങ്ങളിൽ ഒരു കൂട്ടിച്ചേർക്കലും ഒരു വ്യതിയാനവും സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ശശികലയുടെ പക്ഷത്താണ്. ശശികലയുടെ നെയ്യത്ത് ശരിയാക്കണം, ബാക്കി ആ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒരിടത്ത് ബാങ്ക് വിളിച്ചുകൊണ്ട്? ഇവിടെ മനുഷ്യർ തമ്മിൽ ഇടപെട്ടാൽ മതി, മനുഷ്യർ തമ്മിൽ സ്നേഹിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ ചെയ്താൽ മതി, സഹകരിച്ചാൽ മതി, സന്തോഷം പങ്കുവെച്ചാൽ മതി, പരസ്പരം സഹായിച്ചാൽ മതി. അതിനപ്പുറത്ത് വേറെ ഈ പറയുന്നത് പോലെയുള്ള അമ്പലത്തിനകത്ത് കൊണ്ടുവന്ന് ബാങ്ക് വിളിക്കുകയും നിസ്കരിക്കുകയും പള്ളിക്കകത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്യുകയും ഒന്നും ചെയ്യേണ്ട ഒരു പുരോഗമനത്തിൻ്റെ ചിന്ത ആവശ്യമില്ല. ഇസ്ലാം മതമൊട്ട് അത് സമ്മതിക്കുകയുമില്ല, അനുവദിക്കുന്നുമില്ല.